ഫ്രണ്ട്സ്, സുഖല്ലേ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് പൊളിയാണല്ലേ? എന്ത് പറയാ, നീറ്റിന്റെ ചോദ്യപേപ്പർ മറിച്ചു വിട്ടിട്ട് അത് ചോദ്യം ചെയ്ത കുട്ടികളെ അടിച്ചമർത്തുക, ജലപീരങ്കിയും റബ്ബർ ബുള്ളറ്റും ഇട്ടിട്ട് വെടിവെച്ചിടുക. ഇതന്നെയല്ലേ വേണ്ടതല്ലേ? ഭയങ്കര പുരോഗതിയാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെറും 1.4 മില്യൺ പോപ്പുലേഷനുള്ള എസ്റ്റോണിയ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നോർത്തേൺ യൂറോപ്പിലുള്ള ഒരു കൺട്രിയാണ് കേട്ടോ. ഈയിടെ അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ഒരു ടെഡെക്സ് ടോക്ക് ഞാൻ കണ്ട്. 2024 ഈ ചാറ്റ് ജി പി ടിയുടെ മോഡലുകളൊക്കെ റിലീസ് ചെയ്തിട്ട് അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കിയിട്ട് ഈ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ആ മിനിസ്ട്രിയിലുള്ള മറ്റുള്ള എക്സ്പേർട്ടുകളും ചേർന്നിട്ട് ഈ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഈ എ ഐ മോഡലിനെ എങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച് ആലോചിച്ച് ഒരു പൈലറ്റ് പ്രോഗ്രാമായിട്ട് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടെ ഒരു സൊക്രാറ്റിക് ടീച്ചിങ് മോഡൽ എ ഐ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന്ന് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ കുട്ടികൾ അത് ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോ എന്താ പറയാ, ചോദ്യപേപ്പർ മറിച്ചു വിട്ടിട്ട് ചോദ്യം ചെയ്യേണ്ട അവസ്ഥ. നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ. കുട്ടികളുടെ പ്രക്ഷോഭം കാരണത്താല്, പ്രതിഷേധം കാരണത്താല് മിനിസ്റ്റർ രാജിവെക്കേണ്ട അവസ്ഥ. ജെൻസിയോട് അഭിമാനം തോന്നുന്നുണ്ടല്ലേ ഇപ്പോഴത്തെ പുതിയ ജനറേഷനോട്? ഏകദേശം നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 65% എബവ് 35 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. ഇത്രയും കൂടുതൽ യൂത്ത് ആയിട്ടുള്ള പോപ്പുലേഷനുള്ള രാജ്യം വേറെ ഇല്ല, ഇന്ത്യ മാത്രമാണത്. എന്തൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഈ എനർജിയെ? ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ടെക്നോളജിയെ എങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാമെന്നും അത് ഏത് രീതിയിലൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നതിനെ കുറിച്ചും ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ ഇത്. ഇപ്പം നമ്മളെ കേരളത്തിൽ ഇപ്പം നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണല്ലേ. ഒരു എ ഐ മിനിസ്റ്ററെ നിയമിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ട്. ആ ഒരു എ ഐ മിനിസ്റ്ററെങ്കിലും ഇതുപോലത്തെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് അതിന് വേണ്ടിയിട്ടുള്ള മോഡലുകളെ ഡെവലപ്പ് ആ ഡെവലപ്പ് ചെയ്ത മോഡലുകൾ ഉപയോഗിച്ച് കുട്ടികൾ പഠിക്കട്ടെ. എന്തൊക്കെ അഡ്വാൻസ്മെന്റ് ആണ് ടെക്നോളജിയിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മളുടെ കുട്ടികളെ, നമ്മുടെ ഈ ഒരു പുതിയ തലമുറയെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും പുറന്തള്ളപ്പെടും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ ഒരു മാറ്റം നല്ലതിനാവട്ടെ അല്ലേ? ഈ ഒരു മാറ്റത്തിലൂടെ കൂടുതൽ പുരോഗതി വരട്ടെ, നമ്മുടെ ടെക്നോളജി ഡെവലപ്ഡ് ആവട്ടെ, നമ്മുടെ യൂത്തിന് കൂടുതൽ അവസരങ്ങൾ വരട്ടെ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സീ യു ഓൾ.